മുഖ്യമന്ത്രി ഇന്ന് നിലമ്പൂരിൽ എത്തും. മുഖ്യമന്ത്രിയുടെ പരിപാടികളുടെ വിശദാംശങ്ങളുമായി ദീപക് തർമ്മണം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മണം, എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിന്റെ ഇന്നത്തെ പരിപാടികൾ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ ഈ നിലമ്പൂരിൽ LDF CPM നടത്തിയൊരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ട്. അത് M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതാണ്. ആ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. അതിനുശേഷം മുഖ്യമന്ത്രി ആദ്യമായി നിലമ്പൂരിലേക്ക് എത്തുന്നു. ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ നിലമ്പൂരിലെ LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരിലെ ഈ കൺവെൻഷൻ നടക്കുന്ന വേദിക്ക് മുൻപിലാണ്. അതായത് കോടതിപ്പടിയിലാണ് കൺവെൻഷൻ നടക്കുന്നത്. കൺവെൻഷൻ നടക്കുന്ന വേദിക്ക് മുൻപിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രചരണ കവാടങ്ങൾ ഒരുക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് തൃശ്ശൂരിൽ രാമനിലയത്തിൽ എത്തിക്കഴിഞ്ഞു. രാമനിലയത്തിൽ നിന്നും അദ്ദേഹം ഉച്ചയോടുകൂടി തന്നെ ഇവിടത്തേക്ക് എത്തും, നിലമ്പൂരിലെത്തും. നിലമ്പൂരിൽ എത്തിക്കഴിഞ്ഞാൽ മുതിർന്ന നേതാക്കളുമായി LDF നേതാക്കളുമായി അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച ഉണ്ടാകും. അതിനുശേഷം 4 മണിക്കാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ കോടതിപ്പടിയിലെ ഈ മൈതാനത്ത് ഒരുക്കിയ ഈ വേദിയിൽ വെച്ചാണ് സമ്മേളനം നടക്കുക. കൺവെൻഷനിൽ മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ചും നിലമ്പൂരിൽ PV അൻവർ എന്ന പ്രധാനപ്പെട്ട ഘടകം, ആ ഘടകം CPIM-നും സർക്കാരിനും വലിയ വെല്ലുവിളി ഉയർത്തിയതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അൻവറിനെ കുറിച്ച് എന്ത് പരാമർശം, മറ്റൊന്ന് UDF രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പരാമർശം. കാരണം ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനത്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു പറയുന്നു നിലമ്പൂരിൽ എന്നുള്ളത് നിർണായകമാണ്. സ്വരാജ് സ്ഥാനാർത്ഥിയായി സ്വരാജിനെ വിജയിപ്പിക്കുക എന്നുള്ളത് CPIM-ന്റെ ഏറ്റവും കുറഞ്ഞ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കാരണം സ്വരാജിനെ ജയിപ്പിക്കുക, അതേ സമയത്ത് തന്നെ നിലമ്പൂരിൽ PV അൻവറിന് മറുപടി നൽകുക. ഈ 2 ലക്ഷ്യങ്ങളിൽ എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ? സ്വാഭാവികമായും അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞു പോകും. അതിനിടയിൽ അൻവറിനെയും ഒപ്പം UDF-നെയും, അൻവറിനെ പ്രോത്സാഹിപ്പിച്ചത് UDF ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇടത് ക്യാമ്പുകളുടെ പ്രചരണം. അതിനെ ഊന്നി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വൈകിട്ടോടുകൂടി ഇവിടെ വലിയ രീതിയിലുള്ള ജനങ്ങളെ എത്തിക്കാൻ CPIM-ന്റെ ബ്രാഞ്ച് തലത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ജനക്കൂട്ടത്തോടുകൂടി പിണറായി വിജയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കാവുന്നത്. ദീപക് തർമ്മണമാണ് നമുക്കൊപ്പം ചേർന്നത്.